ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി 6 മാസത്തോളം എത്തിയിരിക്കുകയാണ്. ഇതിനകം ഗാസയും വെസ്റ്റ് ബാങ്കുമെല്ലാം വെറും കോൺക്രീറ്റ് കൂനകളായി കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പ് തുടരുന്നതിനിടെ പുണ്യമാസത്തിൽ ഗാസയിലെ അൽഷിഫ ആശുപത്രിക്ക് നേരെ ഇന്നലെയും ആക്രമണമുണ്ടായി. വടക്കൻ ഗാസയിൽ പട്ടിണി ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുമെന്ന ആശങ്കയ്ക്കിടയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 81 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇനിയും ആക്രമണം നടത്തുമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണവും അവർ തുടരുകയാണ്. അറസ്റ്റിലായ അൽ ജസീറയുടെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ 12 മണിക്കൂറിന് ശേഷം ഇസ്രായേൽ മോചിപ്പിച്ചുവെന്ന് പറയുന്നു. ഇവരെ വിവസ്ത്രരാക്കി സൈന്യം മർദ്ദിച്ചതായുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഖത്തർ കേന്ദ്രീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചിരിക്കെ അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടിണി സാഹചര്യവും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇസ്രായേലിനെതിരെ ലോകതലത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. സൈന്യം വിവസ്ത്രരാക്കി നിർത്തി മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയെന്ന് അൽ ജസീറ റിപ്പോർട്ടർ ഇസ്മായിൽ ഗൌൾ വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങളും സേന നശിപ്പിച്ചതായും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അൽഷിഫ ആശുപത്രിക്ക് നേരെ 4ാം തവണയും ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആശുപത്രിയിൽ 20 പലസ്തീനികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിലും കൂടുതലാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആയിരങ്ങളാണ് ആശുപത്രിയിലും പരിസരത്തുമായി കഴിഞ്ഞുകൂടുന്നത്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 81 പേർ കൊല്ലപ്പെടുകയും 116 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ മരണം 31,726 കടന്നു. വെസ്റ്റ് ബാങ്കിൽ 35 പലസ്തീനികളെ കൂടി ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു. പട്ടിണി പിടിമുറുക്കിയ ഗാസ തുറന്ന ശ്മശാനമായി തീർന്നു. ഇങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ സംഭവത്തോട് പ്രതികരിച്ചത്. വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ കടുത്ത ഭിന്നതയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഹമാസിനെ അമർച്ച ചെയ്ത് എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി യോഗത്തിൽ പറഞ്ഞതെന്നാണ് പറയുന്നത്. അതിനിടെ ഇസ്രായേലിന്റെ നിലപാട് മയപ്പെടുത്താൻ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനം മാത്രമാണിതെന്നാണ് പറയുന്നത്. അമേരിക്കയിലെ പകുതിയിടങ്ങളിൽ പ്രാഥമിക തിരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഗാസയിലെ വംശഹത്യക്കുള്ള നിരുപാധികം പിന്തുണ ഭരണകൂടം ഉപേക്ഷിക്കണമെന്ന് ഡെമോക്രാറ്റുകളുടെ ഒരു വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇസ്രായേലിനെ എതിർക്കുന്ന നിലപാട് പ്രസിഡന്റ് ബൈഡൻ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഭൂരിപക്ഷം ജനതയും ഇസ്രായേൽ നടപടികൾക്കൊപ്പമില്ല എന്നുള്ളതാണ്. വരുന്ന നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ക്യാമ്പയിനുകളിലും പൊതുപരിപാടികളിലും യുവജനങ്ങൾ ഭരണകൂടത്തെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഭരണകൂടത്തെ പൊതുജന മധ്യത്തിൽ ഇത്രയേറെ പരസ്യമായി വിമർശിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ പലസ്തീനെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റിക് വോട്ടർമാർ കൃത്യമായ സന്ദേശം നൽകിയതിനെ തുടർന്നുണ്ടായതാണ് കഴിഞ്ഞ ദിവസം ബൈഡൻ നടത്തിയ ചുവപ്പ് വര പ്രസ്താവനയെന്ന വിലയിരുത്തലുമുണ്ട്. ഭരണകൂടത്തിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പറ്റിയ സമയമാണ് തിരഞ്ഞെടുപ്പെന്നതിനാൽ ചുവപ്പ് വരയും ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. നെതന്യാഹുവിന് നിലനിൽക്കണമെങ്കിൽ യുദ്ധം തുടരണം. തിരഞ്ഞെടുപ്പിൽ തന്റെ മുഖം രക്ഷിക്കണമെങ്കിൽ ബൈഡന് വെടിനിർത്തുകയും വേണം. ഒരിക്കലും പൊരുത്തപ്പെടാത്ത 2 ആശയങ്ങളെ സംയോജിപ്പിക്കുന്നതിനാണ് സയനിസ്റ്റ് ലോബി ശ്രമിക്കുന്നത്. അതിർത്തികൾ വഴി ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിൽ വലിയ താമസം നേരിടുന്നതിനാൽ ഗാസയിൽ താൽക്കാലിക തുറമുഖം തുറക്കുമെന്നും മനുഷ്യസഹായം എളുപ്പമാക്കുമെന്നും അമേരിക്ക പ്രസ്താവിച്ചിരുന്നു. താൽക്കാലിക തുറമുഖം ഇസ്രായേൽ സുരക്ഷയിലാണെങ്കിൽ യാതൊരു ഫലവും ഉണ്ടാകില്ലെന്ന് ഹമാസ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. റാഫ അതിർത്തി വഴി ഭക്ഷണം എത്തിക്കുന്നത് സുഗമമാക്കുന്നതിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത ബൈഡന്റെ ഭരണകൂടം ഇസ്രായേലിനെ വകഞ്ഞു മാറ്റി എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുമെന്നാർക്കും പ്രതീക്ഷയൊന്നുമില്ല. ഇത് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നുവെന്നും ഇസ്രായേൽ എന്ന കാരമുള്ളതിനെ മുളയിൽ തന്നെ നുള്ളിയിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ വിദേശ നയം മാറാതെ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് ഇനി പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ഇസ്രായേലിന്റെ സർവനാശത്തിലേക്കുള്ള വഴിയായിരിക്കും തുറക്കുക.